ശ്രീ മിഥുൻ വിജയകുമാർ, അങ്ങ് വരുമ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത് യോഗേന്ദ്ര യാദവിന്റെ വാക്കുകളാണ്. യോഗേന്ദ്ര യാദവ് അയാൾ പുലർത്തുന്ന രാഷ്ട്രീയം എന്താണ്, അയാൾക്ക് എത്രത്തോളം രാജ്യവിരുദ്ധതയുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അഭിനന്ദന കത്ത്, പിന്തുണ കത്ത് CJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ CJPയുടെ രൂപവൽക്കരണ സമയത്ത് തന്നെ വളരെ കൃത്യമായി അക്കമിട്ട് പറഞ്ഞതാണ് ഇതിൽ ഒരു രാജ്യവിരുദ്ധ സ്വഭാവമുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്രീകരണമാണ് CJPയിലൂടെ നടക്കുന്നത് എന്ന്. അത് അക്കമിട്ട് തെളിയിക്കുന്ന സംഭവങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലിമ, തീർച്ചയായും ഈ CJP എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊരു ദിവസം രാജ്യത്തെ യുവാക്കൾ എല്ലാവരും ഉണർന്ന് ഗവൺമെന്റിനെതിരെ നടത്തുന്ന ഒരു പ്രക്ഷോഭമൊന്നുമല്ല. അത് വളരെ സിസ്റ്റമിക്കായി പ്ലാൻ ചെയ്യപ്പെട്ട അതിന്റെ ഒരു ടൈം ലൈൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അപ്പൊ അതിനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ റെന്റ് എ പെന്നി അനാർക്കിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള വാടകയ്ക്ക് കിട്ടുന്ന ചില ഈ അരാജകവാദികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ടൊരു സമരം നടത്തി അതിന്റെ പിന്നിൽ നിന്ന് അതിന്റെ ഷീൽഡിൽ ആരാണ് കളിക്കുന്നത് എന്ന് മാത്രം പുറത്തേക്ക് വന്നാൽ മതി. കാരണം ഇതിന്റെ ഒരു ടൈം ലൈൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പല നേതാക്കളും, അതായത് ഇപ്പോൾ സൽമാൻ ഖുർഷിദാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ നേപ്പാളിലും മറ്റും കാണുന്ന ജെൻസി സ്റ്റൈലുള്ള പ്രക്ഷോഭം എന്തുകൊണ്ട് ഇന്ത്യയിലായിക്കൂടാ എന്നൊരു കാര്യം സൽമാൻ ഖുർഷിദാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം അവരുടെ ഈ എന്താ പറയുക പ്രധാന നേതാവായിട്ടുള്ള ഉദിത് രാജിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഇല്ല എന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമായിരുന്നു ഇതില്ലാത്തത് കൊണ്ട്. പിന്നെ സഞ്ജയ് റാവത്തിനെ പോലുള്ള ആളുകൾ, ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾ, അരവിന്ദ് കെജ്രിവാൾ ആക്ച്വലി ഈ എന്താ പറയുക ഒരു ജെൻസി മോഡൽ പ്രൊട്ടസ്റ്റ് ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞത് മെയ് 13-നാണ്. മെയ് 13 അരവിന്ദ് കെജ്രിവാൾ അത് പറയുന്നു. CJP ഉണ്ടാവുന്നത് മെയ് 16-നാണ്. പക്ഷെ അവര് കോട്ട് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളാണ്. മെയ് 15-ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ഓൺലൈൻ ഒരു ഡിജിറ്റൽ മോഡൽ ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവരിതിനെ കൊണ്ടുവന്നത്. ഇതൊരു വളരെ ആർട്ടിഫിഷ്യൽ ഡിസ്റപ്ഷൻ ആണ്. ഇതിനൊരു ജെനുവിൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിന്റെ ആ ഇനീഷ്യൽ സമയത്തുള്ള ഫോളോവേഴ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 8.5 ലക്ഷം ഫോളോവേഴ്സ് വരുന്നത് കാൻസാസ് എന്നാണ്. ഒരു US ഒരു മുനിസിപ്പാലിറ്റി, അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.5 ലക്ഷം മാത്രമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബോട്ട് ഇഞ്ചക്ഷനിലൂടെയും പല സ്ഥലങ്ങളിലും ഇതിലെ ഫോളോവേഴ്സിന്റെ ഒക്കെ നമ്മൾ ഈ എന്താ പറയാ ഈ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഐവറി കോസ്റ്റ്, പാലസ്തീൻ, മലേഷ്യ, ബ്രസീൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എങ്ങനെയാണ് CJPക്ക് വരുന്നത്. അപ്പം വളരെ വലിയ ആ ഫോളോവേഴ്സിൽ പകുതിയും പാകിസ്ഥാനിൽ നിന്നായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ വന്നതാണ്. അങ്ങനെയുള്ള എന്താ പറയുക വളരെ ഫേക്ക് ആയിട്ടുള്ള ഫോളോവേഴ്സ് പല രാജ്യങ്ങളിൽ നിന്നുള്ള. അപ്പം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ശക്തികളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഈ CJPയുടെ തുടക്കം മുതൽക്കേ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ഈ ഫ്രഞ്ച് സംസാരിക്കുന്ന ഈ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് എന്നൊക്കെ ഫോളോവേഴ്സ് എങ്ങനെയാണ് വരുന്നത്. അപ്പം വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയിലൂടെ, വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ, ഒരു ബോട്ട് സംവിധാനത്തിലൂടെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക. അതിൽ പല വിദേശ ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വലിയ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഇന്ത്യക്കകത്തുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കളൊക്കെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ജെൻസി സ്റ്റൈൽ പ്രൊട്ടസ്റ്റ് വേണമെന്ന്. അപ്പം ഇവർ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇത് ആ സമയത്ത് രൂപീകരിക്കപ്പെടുകയായിരുന്നു, ഇതിന്റെ സ്ട്രക്ചർ ആ സമയത്താണോ ഉണ്ടായി വന്നത് എന്ന കാര്യം കൂടെ പരിശോധിക്കേണ്ട. ഇപ്പോ ഇവര് ഉയർത്തി കാണിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിഷയമാണ്, ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഓൾറെഡി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. ശരിയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഒരു സിസ്റ്റമിക് ഒരു ഫെയിലിയർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് അത് സംഭവിച്ചു. പക്ഷെ സംഭവിച്ചെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ എന്താ പറയുക ഏജൻസിക്ക് ഈ സംഭവം ഫ്ലാഗ് ചെയ്യപ്പെടുന്നത് ഒരു മെയ് 3-നാണ്. മെയ് 4-ന് ഉടനെ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് അതിൽ ആക്ഷൻ ചെയ്യുന്നു. അവിടുത്തെ സൈബർ ക്രൈം ബ്രാഞ്ച് വളരെ അഗ്രസീവായിട്ട് റെയ്ഡ് നടത്തുന്നു. അവർ ഈ പറഞ്ഞ പോലെ ഇന്റർസ്റ്റേറ്റ് കണക്ഷൻസ് എല്ലാം കണ്ടുപിടിക്കുന്നു. ഇതിന്റെ പിറകിലുള്ള ഷാഡോ സെർവേഴ്സ് എല്ലാം അവർ എന്താ പറയുക കണ്ടെത്തുന്നു. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ പോർട്ടബിൾ ആയിട്ടുള്ള സ്കാനേഴ്സ്, പിന്നെ കൊറിയർ എംപ്ലോയീസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ ഡിറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ എക്സാമിനേഷൻ അവർ ക്യാൻസൽ ചെയ്യുന്നു, റീ എക്സാമിനേഷൻ നടത്തുന്നു, അതിന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതായിരുന്നു പ്രശ്നമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കണം, ഈ റീ എക്സാമിനേഷൻ നടത്തിയത് വളരെ ഇമ്മൻസ് ഒരു സെക്യൂരിറ്റിയോട് കൂടിയാണ്. കാരണം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ലോജിസ്റ്റിക്സും ബയോമെട്രിക്സും ഒക്കെ ഉപയോഗിച്ച് ജാമേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ റീ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പൊ അത്ര വലിയ സംവിധാനത്തോടു കൂടി ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. മാത്രമല്ല അവർ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറാണ്. പിന്നെ ഇവരുടെ ആവശ്യം എന്താണ്? ഇനി ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്. അതൊരു വലിയ ആവശ്യമായി തന്നെ അവർ മുന്നോട്ട് വെച്ചോട്ടെ. പക്ഷേ
ഇവർ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളല്ലേ. ഈ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രപ്പോസൽ എന്താണ് ഇതിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ? നിങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രം മതിയോ? അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെങ്കിൽ ഇവർക്ക് എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പോലും അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല ശരിക്കും. മാത്രമല്ല, ഇത് തുടക്കത്തിൽ നീറ്റ് പരീക്ഷയുടെ വിഷയമാണെങ്കിൽ ഇപ്പൊ അത് മാറിക്കഴിഞ്ഞു. ഇപ്പോ ഇന്നലെ മറ്റേ നാഷണൽ കോൺഫറൻസിന്റെ MP ആഗാ സയ്യദ് റൂഹുള്ള മെഹദി അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ അത് റിവേഴ്സ് ചെയ്യണം. അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ആഡ് ചെയ്യാൻ പോകണം അതിലേക്ക്. എന്താ പറയാ, ആർട്ടിക്കിൾ 370 വഖഫ്, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ പല വിഷയങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു എന്താ പറയാ, ഇത് കുട്ടികളെ സ്കാം ചെയ്ത, കുട്ടികളെ ഈ രാജ്യത്തെ കുട്ടികളെ പറ്റിച്ച ഏറ്റവും വലിയ ഡിജിറ്റൽ സ്കാം ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണുക. കാരണം ഇത്ര ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി അതിന്റെ മറവിൽ പല അജണ്ടകളും നടപ്പിലാക്കാൻ നോക്കുന്ന ഒരു സമരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ പിന്തുണ എന്തായാലും സ്വാഭാവികമായിട്ടും കിട്ടും. പിന്നെ ഇവിടെ സോനം വാങ്ചുക്കിനെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഇത്രയും കാലം ഒരു എന്താ പറയുക, ഈ അഭിജിത് ദീപ്കെ ആയിരുന്നു പ്രൊട്ടസ്റ്റിന് പോയതെങ്കിൽ 200 ആൾക്കാർ പോലും പോവില്ല, അത് വേറെ കാര്യം. പക്ഷെ സോനം വാങ്ചുക്കിനെ വെച്ചത് കൊണ്ട് കുറച്ച് ആൾക്കാർ വന്നു. പക്ഷെ സോനം വാങ്ചുക്ക് 2023 ധർമ്മേന്ദ്ര പ്രധാൻ ഏറ്റവും മികച്ച മന്ത്രിയാണെന്ന് പറഞ്ഞ ആളല്ലേ. അദ്ദേഹത്തിന്റെ NEP ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചത് സോനം വാങ്ചുക്ക് അല്ലേ. ആ സോനം വാങ്ചുക്കിന്റെ NGOക്ക് ഈ പറഞ്ഞ പോലെ FCRA ലൈസൻസ് ക്യാൻസൽ ആകുന്നു. അത് എന്തോ ഒരു എന്താ പറയുക ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു സ്വീഡിഷ് സ്ഥാപനവുമായുള്ള ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ NGOക്ക് ലൈസൻസ് ക്യാൻസൽ ആകുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സോനം വാങ്ചുക്ക് ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന ഒരാളായി മാറി. അദ്ദേഹം തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചത് 2023 നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ അജണ്ട നടപ്പിലാക്കുക, അല്ല അങ്ങനെയുള്ള ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ ഒത്തുചേരുക, മറ്റ് അജണ്ടകളുള്ള ആളുകൾ ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നേരത്തെ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച സുഹൃത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ അദ്ദേഹം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശരിക്കും ഈ കുട്ടികളുടെ കാര്യത്തിൽ അത്രയ്ക്ക് അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ അദ്ദേഹം 2010 ഒരു മെഡിക്കൽ ബ്രൈബറി സ്കാം ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഒന്ന് വായിച്ചു നോക്കണം. അന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കേതൻ ദേശായി ആണ് അറസ്റ്റ് ചെയ്തത് CBI. കാരണം അദ്ദേഹം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് കോഴ വാങ്ങിയിട്ട് അപ്രൂവൽ കൊടുക്കായിരുന്നു. അങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജുകൾ എന്ത് ചെയ്തു? അവിടെ എന്തെങ്കിലും വല്ല ഇൻസ്പെക്ഷൻ നടത്തി ആ കോളേജുകൾ ഓഡിറ്റിന് വിധേയമാക്കി വല്ല ആക്ഷൻ എടുത്തോ? ഒന്നും നടന്നിട്ടില്ല. ആ കോളേജുകളൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ്. ആ കോളേജിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. പട്യാലയുള്ള കോളേജുകളൊക്കെ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ആക്റ്റീവായിട്ട് അവിടെ ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ അത്രയും വേദന ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പുനഃപരിശോധിച്ച് നോക്കണം. അന്ന് കേതൻ ദേശായിയുടെ വീട്ടിൽ CBI റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് 1.5 കിലോ സ്വർണവും 80 കിലോ വെള്ളിയും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ ഡീൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അതിൽ ഗവൺമെന്റ് എടുത്ത ആക്ഷൻ? ഒടുക്കം ഈ പറഞ്ഞ പോലെ MCA പിരിച്ചുവിട്ടു. ഒരു എന്താ പറയുക, ഒരു എമർജൻസി ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് MCA പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാജസ്ഥാനിലെ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടല്ലോ, മറ്റേ ടീച്ചേഴ്സിന്റെ റീറ്റ് എക്സാം, പിന്നെ RPSC എക്സാം, ഇതിലൊക്കെ വലിയ വലിയ സ്കാംസ് പുറത്തു വന്നപ്പം അശോക് ഗെഹ്ലോട്ടിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ഒരു എന്താ പറയുക, ഒരു പ്രതിക്കൂട്ടിലാക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, ഈ രാജ്യത്തെ വികസനം സ്തംഭിപ്പിക്കുക, പാർലമെന്റ് സ്തംഭിപ്പിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നീറ്റ് ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. നീറ്റിന്റെ എന്താ പറയുക, എക്സാം എഴുതുന്ന കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ അതിൽ സഫർ ചെയ്ത കുട്ടികളോടൊപ്പം അതിന്റെ വിക്ടിംസിനോടൊപ്പം എല്ലാവരും ഉണ്ട്. കോൺഗ്രസ് മാത്രമാണോ? ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും അവരോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇതിന്റെ മറവിൽ മറ്റു ചില അജണ്ട നടപ്പിലാക്കാൻ നോക്കുന്ന ആളുകളോടാണ് നമുക്ക് ഇവിടെ പ്രതിഷേധമുള്ളത്. അങ്ങനെ പാർലമെന്റ് സമ്മേളിക്കുന്ന ഓരോ സഭാ കാലയളവിലും ഇതുപോലെ രാജ്യത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഉയരുന്നത് പതിവാണ്. ഇത്തവണ വിഷയമായത് നീറ്റ് എന്നതാണ്.